പെട്ടെന്ന് നോക്കടവിടെ. നിനക്കെന്നെ മനസ്സിലായ? ഞാൻ വാറ്റുകാരൻ തോമസിന്റെ മകൻ ജോസഫ്. അതേടാ, നിന്റെ പഴയ കൂട്ടുകാരൻ തന്നെയാണ്. തനിക്കിപ്പോ എന്താ വേണ്ടത്? എന്താ വേണ്ടെന്നായോ? കുറെ കൊല്ലങ്ങൾക്ക് മുമ്പേ നിന്റെ പെങ്ങൾക്കും അച്ഛനൊക്കെ ഉണ്ടായ ദുരന്തത്തിന് കാരണം ഒരു അജ്ഞാതനാണെന്ന് ആ നാറി പഞ്ഞിക്കാരവിടെ ഒരു കഥ ഉണ്ടാക്കി. ആ അജ്ഞാതനെ പേടിച്ചിട്ടാണ് നീ നാട്ടിൽ നിന്ന് തന്നെ പോയി ആ തെണ്ടി ഇവിടെ പറഞ്ഞു വരുത്തി. അവന്റെ കോപ്പിലെ കഥയിലെ അജ്ഞാതനെ അവൻ തന്നെ നീ നാട്ടിൽ അന്ന് തന്നെ പലർക്കും സംശയമുണ്ട്. നോക്കടവിടെ. അപ്പോഴൊക്കെ ഒരു ദിവസം നീ ഇവിടെ തിരിച്ചു വരുന്നു, ആ പഞ്ഞിക്കാരനെ പിടിച്ച് ഇടിച്ച് പഞ്ഞിക്കിടുന്നു. ഈ ജോസഫ് കണക്കൂട്ടി. എവിടെ നിനക്ക് നിന്റെ അപ്പനോട് സ്നേഹടാ. ഇവിടെ ഓക്കെ, എന്റെ അപ്പനെ പണ്ട് ഇയാളൊന്നും തല്ലി ഒന്ന് തോണ്ടിയല്ലോ. പക്ഷെ ഞാനവനെ കുടിപ്പിച്ച് കുത്തുവാളടിപ്പിച്ചു. പക്ഷെ നീ ആണല്ലടാ, കയ്യിലിങ്ങനെ ഒത്ത് കിട്ടിയിട്ടും വിട്ടു കളഞ്ഞില്ലേ. എന്തൊട്ട് തേങ്കി ബോട്ടോടെ കൊണ്ടുവന്ന് കെട്ടിരിക്കണേ. അല്ലെങ്കിൽ ഒരു പണി, ഈ സാധനമൊക്കെ എനിക്കായോ? രണ്ടെണ്ണം വീശ മരുന്നൊരു ഇരിക്കൊരു സൗകര്യമായില്ലോ. പോടാ എന്തുട്ട്. പിന്നെ പോടൊക്കെ അവിടുന്ന് വെറുതെ ആളെ പേടിപ്പിക്ക ഒരാവശ്യമില്ലാണ്ട്. ഇതൊക്കെ ഓഡിറ്റിംഗ് വരുമ്പോഴാണ് കുഴപ്പമാവുക. തനിക്കൊക്കെ ഇത് എഴുതി വെച്ചാൽ മതി. ബാക്കിയുള്ളതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാം സാറേ. താനോ പോയി കറക്റ്റ് ചെയ്തോളൂ. ഓക്കെ സാർ. എൻ്റെ കണക്ക് തീർത്ത് തന്നിരുന്നെങ്കിൽ. അതൊന്നും ഇനി എന്നെ കൊണ്ട് നടക്കൂല വർഗീസേ. അയ്യോ, അങ്ങനെ ഒന്നും പറയരുത് സാറേ. അത്ര വലിയ തുകയൊന്നും ഇല്ലല്ലോ സാറേ. എടോ, തുകയുടെ വലിപ്പച്ചെറുപ്പത്തിലല്ല കാര്യം. കമ്പനി വിൽക്കാനുണ്ടെന്ന പരസ്യത്തിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ ഗോകർണത്തോ ഉള്ള ഒരു പെണ്ണ് കയറി കൊത്തി. അവർ ഇന്നോ നാളെ എത്തും, ചാർജ് എടുക്കും. ഞാൻ സകലമാന അക്കൗണ്ട്സും ക്ലിയർ ആക്കാനുള്ള ഓട്ടത്തിലാണ്. അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് തൻ്റെ കാര്യം? താനൊരു കാര്യം ചെയ്യും, അവർ വന്നിട്ട് അവരോടുള്ളത് മേടിച്ച് താനങ്ങ് വരുന്നോ? അല്ല, സാറ് വിചാരിച്ചാൽ. സാറ് വിചാരിക്കില്ല. ആസനത്തിൽ ഔട്ട് കൊട്ടാനിരിക്കുമ്പോഴാണ് ഇയാൾ വന്ന് വീഡിയോ എത്തിക്കുന്നത്. അല്ലത് പറഞ്ഞാൽ മനസ്സിലാവട്ടെ. പഞ്ഞിക്കാരനുമായിട്ട് വഴക്കുണ്ടായിന്ന് അച്ഛൻ പറഞ്ഞു കേട്ടു. പിന്നെ അയാളെ വെറുതെ വിട്ടുന്നു. നേരാണോ? നന്നായി ദേവേട്ട. പൊറുക്കാനാവുന്നത് സാധാരണ ആൾക്കാർക്ക് കഴിയാത്ത കാര്യ. ഇനി ദേവേട്ടനെ കുറിച്ച് ആലോചിക്കണം. സ്വന്തമായി ഒരു വീട്, കുടുംബം. എന്താ എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ പാവുണ്ടോ നിനക്ക്? ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമില്ല. അനുവദിച്ചാൽ ചിലപ്പോ ഞാൻ എന്നെ തന്നെ ദേവേട്ടിന് വേണ്ടി ആലോചിച്ചെന്നിരിക്കും. എന്റെ വക ഒരു എടുത്തുചാട്ടാണെന്ന് തോന്നുന്നുണ്ടാവൂല്ലേ? പക്ഷെ സത്യം അതൊന്നും അല്ല കേട്ടോ. ദേവേട്ടിനെ വീണ്ടും കണ്ടപ്പോൾ മുതൽ ഞാനെന്തോ ആ പഴയ പെൺകുട്ടിയാവുക. പണ്ട് ഈ നിഴലിന്റെ പിന്നാലെ മാത്രം നടക്കുന്നതിന് ഗംഗേച്ചി ചീത്ത പറഞ്ഞിരുന്ന ആ പെൺകുട്ടി. ദേവേട്ടൻ അങ്ങനെ റൊമാൻറ്റിക് അല്ലാന്ന് എനിക്കറിയാം. എന്നാലും ഒരു അപേക്ഷ, ആ പഴയ പെൺകുട്ടി ഈ മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ പറയാൻ വൈകണ്ട അച്ഛനോട്. അല്ല, അച്ഛൻ എനിക്കൊരു ഉഗ്രം കല്യാണാലോചന ഉറപ്പിച്ച മട്ടാണേ. ഞാനിത് തമാശയായിട്ടാണ് പറഞ്ഞെങ്കിലും സംഗതി സീരിയസാ, വളരെ സീരിയസാ. നമസ്കാരം. വരണം. യെസ് മാഡം. ഇവിടെയാണ് സോർട്ടിങ്. ആ സെക്കൻഡ് ഒക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചോളൂ. ജോലി നടക്കട്ടെ. പരിചയപ്പെടലൊക്കെ സൗകര്യം പോലെയാവാം. നോക്കിയെടുത്തോളൂ. അക്കൗണ്ട്സ് വെച്ച് പറയാ. പ്രൊഡക്ഷൻ കൂട്ടിയേ പറ്റൂ. പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുകയും വേണം. ആസ് എ മാനേജർ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ യു ആർ വെൽക്കം ഫയൽ മാഡം. എനിക്ക് എന്താ മാഡം, 5-6 വർഷമായിട്ട് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാ. പിരിഞ്ഞു പോണെന്ന് കണക്ക് തീർത്തിട്ടില്ല. ഞാൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് തന്നെ സൗകര്യം പോലെ നോക്കാം. ദേവാ,
മനസ്സിലായോ? മാധവേട്ടൻ. ഗോപാലേട്ടൻ പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല. ഇരിക്കൂ. അന്ന് നടന്നതിനെക്കുറിച്ച് പഞ്ഞിക്കാരൻ പറഞ്ഞ അറിവും അതിലേറെ സംശയങ്ങളുമേ ഞങ്ങൾക്കുള്ളൂ. സത്യത്തിൽ എന്താണെന്നുണ്ടായത്? നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കും മാധവേട്ട. ഞാൻ വന്നത് ഒരു കാര്യം ചോദിക്കാനാ. നീ ഇനി ഇവിടെ ഉണ്ടാവോ സ്ഥിരമായി? ഉണ്ടാവുമെങ്കിൽ അനിതയുടെ കാര്യം ആലോചിക്കാവുന്നതാ. ഇനിയിപ്പോൾ എന്താണെങ്കിലും മകളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എതിര് നിൽക്കില്ലെന്നാ ഗോപാലേട്ടൻ പറയണേ. നിനക്കറിയോന്നറിയില്ല, പണ്ട് നിന്റെ ഗംഗേച്ചയ്ക്കും നിന്നെക്കുറിച്ചും അനിതയെക്കുറിച്ചും ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഗംഗേച്ചിക്ക് വേറെയും ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു മാധവേട്ട. അത് പോട്ടെ, പിന്നെ എൻ്റെ കാര്യം അതാരും ആലോചിക്കണ്ട. ഞാൻ എപ്പോ എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഗംഗേ വാ. നിന്റെ ചേച്ചിയുടെ പേരാ നോക്കിയിട്ടത്. നന്ദി മാധവേട്ട. മാധവേട്ടൻ്റെ മനസ്സിലെങ്കിലും എൻ്റെ ചേച്ചി മരിച്ചില്ലല്ലോ. ഞാൻ കമ്പനിയിൽ നിന്ന് പിരിയാന്ന് പറഞ്ഞിരുന്നു. ഓ, ഓർക്കുന്നില്ല. കണക്ക് തീർത്ത് തന്നിരുന്നേൽ. ഞാൻ ഇതുവരെ കമ്പനി ഫയൽസ് കൃത്യമായി നോക്കിയിട്ടില്ല. ആ, ഇനി ഈ കാലം ജി. അപ്പൊ ഞാനെന്താ വേണ്ടത്? കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് വരൂ. വൃത്തികെട്ടവൻ. തന്റെ കണക്കും കാശുമൊക്കെ മാനേജർ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. മാഡം വരുമ്പോൾ നേരിട്ട് മേടിച്ചോളൂ. ആ, എന്തായാലും താൻ വന്നത് നന്നായി. 1-2 ഓട് പൊട്ടിയിട്ടുണ്ട്, അതൊന്ന് മാറ്റി വെച്ചേക്ക്.
your right elbow with your left hand on the floor in front of you. Maximize the distance between your ear and your shoulder. ഷീബ, യെസ് മാഡം. പിരിഞ്ഞു പോകുന്ന വർക്കർ എവിടെയാ വെയിറ്റ് ചെയ്യുന്നേ? പുറത്തുണ്ടല്ലോ മാഡം. ഇവിടെയൊന്നും കാണാനില്ലല്ലോ. ഞാൻ ഇവിടെ ഉണ്ട്. ഷീബ, ആ ക്യാഷ് ഇങ്ങെടുത്തേ. അക്കൗണ്ട്സ് പ്രകാരം മുഴുവൻ ക്യാഷും ഉണ്ട്. ആ, വേണ്ട, ഞാൻ തിരിച്ചു പോകുന്നില്ലെന്ന് പറയാനാ വന്നത്. ഇവിടുന്ന് ഞാൻ എങ്ങോട്ട് പോവാനാ? അത് പിന്നീട് ആലോചിച്ചപ്പോഴല്ലേ മനസ്സിലായത്. ഇനി ഞാൻ എങ്ങോട്ടും പോവില്ല. ആ, ഇയാളെന്താ നോർമൽ അല്ലേ?